നടത്തുന്ന സാംസ്കാരിക യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ആമുഖമായി സംസാരിക്കുന്ന വേണ്ടി പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വിനയൻ എന്തുവാ സംസാരിക്കും. നിലമ്പൂർ മണ്ഡലത്തിൽ എം സ്വരാജ് വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതിവിടുത്തെ വോട്ടർമാർ 19-ാം തീയതി തീരുമാനമെടുക്കും. എന്നാൽ ആ വിജയത്തിൽ ഞങ്ങൾക്കും കൂടി ചെറിയൊരു പങ്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് വളരെ ദൂരെ നിന്ന് കലാകാരന്മാരും എഴുത്തുകാരും അടങ്ങുന്ന കാവ്യശികയുടെയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെയും ഒരു സംഘം ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി വികസിത കേരളം, വിജ്ഞാന കേരളം, ശുചിത്വ കേരളം, ആരോഗ്യ കേരളം, വ്യാവസായിക കേരളം, കാർഷിക കേരളം, ഇങ്ങനെ സ്വപ്നങ്ങളൊന്നും തന്നെ സ്വപ്നങ്ങളല്ലെന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് LDF ഭരണം കടന്നുപോയിട്ടുള്ളത്. ഓരോന്നോരോന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രോഗ്രസ് കാർഡിലൂടെ ഇത് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനം അതിസൂക്ഷ്മമായി നിർവഹിക്കുന്നതിന് LDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് നിയമസഭയിൽ എം സ്വരാജിന്റെ സാന്നിധ്യവും അനിവാര്യമായ ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തീർച്ചയായും കലയുടെയും സംസ്കാരത്തിന്റെയും മേഖലയിൽ മാത്രമല്ല സ്വരാജിന്റെ മഹത്വം ഉള്ളത്. കേരളത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ പങ്കാളിയായി പ്രായോഗിക ജീവിതം, രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്കൊപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എം സ്വരാജിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് എല്ലാവരും നിങ്ങളെതുപോലെ ഞങ്ങളും രംഗത്തിറങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ കലാകാരന്മാരും എഴുത്തുകാരുമായിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള സംഘം വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുന്നത് സവിശേഷമായ ഒരു പരിപാടിയാണ്. ഒരു ഗാനം ആലപിക്കുന്ന സമയദൈർഘ്യത്തിൽ ചിത്രം വരച്ച് പൂർത്തീകരിക്കുന്ന പരിപാടി. സവിശേഷത എന്ന് പറയുന്നത് ഗാനം ആലപിക്കുന്നതിനാൽ തന്നെയാണ് ചിത്രം വരയ്ക്കേണ്ടത് എന്നതാണ്. പാടാനുള്ള ശേഷിയും വരയ്ക്കാനുള്ള ശേഷിയും ഒരാൾ സമ്മേളിച്ചതാണ് ശ്രീ കാർത്തികൻ എങ്കിലും അദ്ദേഹത്തിലൂടെ പാട്ടുപാടി വരയ്ക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി എം സ്വരാജിന് ാണ് പാട്ടുപാടി വരയ്ക്കുന്നത്. അരിവാളിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്ന ഒരു ഗാനം ശ്രീ ചന്ദ്രശേഖരൻ രചിച്ച ഗാനമാണ് കാർത്തികൻ ആലപിക്കുന്നത്. ഈ പരിപാടി കാണുന്നതിന് വേണ്ടി അവിടെ രക്ഷിതാക്കളുടെ സഹോദരി സഹോദരന്മാരെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പണ്ടുള്ള പതിയാണ് പാടിയൊരു പാട്ടും പണ്ടുള്ള പണിയാണ് പാടിയൊരു പാട്ടും പണ്ടുള്ള പണിയാണ് പാടിയൊരു പാട്ടും ജന്മത്തമ്മതയാകുക അടിമത്തം നീരല്ല ചെങ്കൊടികൾ പാടും ഒരു പാട്ടുണ്ട്. ജന്മത്തമ്മതയാകുക അടിമത്തം ഇനി വേണ്ട ചെങ്കൊടികൾ പാടും ഒരു പാട്ടുണ്ട്. ചെങ്കൊടികൾ പാടും ഒരു പാട്ടുണ്ട്. പണ്ടുള്ള പണിയാണ് പാടിയൊരു പാട്ടുണ്ട്. കണ്ട് പണ്ടുള്ള പണിയാണ് പാടിയൊരു പാട്ടുണ്ട്. അവരുടെ ചോരയാൽ അവരുടെ വേർപ്പിനാൽ അവകേരള കാഹളം ധ്വനിയുണർന്നു. അവരുടെ ചോരയാൽ അവരുടെ വേർപ്പിനാൽ അവകേരള കാഹളം ധ്വനിയുണർന്നു.
പാടിയൊരു പാട്ടുണ്ട് പണ്ടുള്ള പണിയാളർ പാടിയൊരു പാട്ടുണ്ട് ജന്മത്തം മതിയാക്കുക അടിമത്തം ഇനി വേണ്ട ചെങ്കൊടികൾ പാറുന്നൊരു പാട്ടുണ്ട് ജന്മത്തം മതിയാക്കുക അടിമത്തം ഇനി വേണ്ട ചെങ്കൊടികൾ പാറുന്നൊരു പാട്ടുണ്ട് ചെങ്കൊടികൾ പാറുന്നൊരു പാട്ടുണ്ട് അരിവാളിൻ്റെ തിരികണ്ട് പണ്ടുള്ള പണിയാളർ പാടിയൊരു പാട്ടുണ്ട് അടിപതറി വീണുപോൽ അന്നത്തെ ഭൂപ്രഭു വർഗത്തിൽ കൊട്ടാര കൊത്തലങ്ങൾ അടിപതറി വീണുപോൽ അന്നത്തെ ഭൂപ്രഭു വർഗത്തിൽ കൊട്ടാര കൊത്തലങ്ങൾ അടിപതറി വീണുപോൽ അന്നത്തെ ഭൂപ്രഭു വർഗത്തിൽ കൊട്ടാര കൊത്തലങ്ങൾ അവർക്കുണ്ടല്ലോ അധികാര കൊതിയുള്ളൂ ചൂടലവന്തം പിന്മുറക്കാരായി അവർക്കുണ്ടല്ലോ അധികാര കൊതിയുള്ളൂ ചൂടലവന്തം ജാതിമതപ്പടുതിരികൾ കയ്യിലെത്തി നിൽപ്പോർക്ക് ഒടികുന്ന കൊടികൾ ജാതിമതപ്പടുതിരികൾ കയ്യിലെത്തി നിൽപ്പോർക്ക് തടയിടുന്ന ചെങ്കൊടികൾ ഏന്തുക നമ്മൾ തടയിടുന്ന ചെങ്കൊടികൾ ഏന്തുക നമ്മൾ തടവാളുന്ന ചിന്തത്തെ തിരി കണ്ട് പണ്ടുള്ള പണിയാളർ പാടിയൊരു പാട്ടുണ്ട് ജന്മത്തം മതിയാകുക അടിമത്തം ഇനി വേണ്ട ചെങ്കൊടികൾ പാടുന്നൊരു പാട്ടുണ്ട് ചെങ്കൊടികൾ പാടുന്നൊരു പാട്ടുണ്ട് ചെങ്കൊടികൾ പാടുന്നൊരു പാട്ടുണ്ട് പാട്ടുപാടി തീരുന്നതിന് ചിത്രം വരച്ച് പൂർത്തീകരിച്ചു. ചിത്രം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ നാട്ടുകാരനായ പ്രിയപ്പെട്ട അബ്ബാസ് ഖാനെ സ്നേഹപൂർവ്വം ഈ രീതിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ദിവസം തിരുവണ്ണയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ പോസ്റ്ററും ഇവിടെ വെച്ച് സമ്മാനിക്കുന്നതായിരിക്കും. കേരള നിയമസഭയിൽ സഖാവ് എം സ്വരാജിന്റെ ശബ്ദം മുഴങ്ങാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് എം സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പാട്ടുപാടുന്ന നേരം കൊണ്ട് സഖാവ് എം സ്വരാജിന്റെ ചിത്രം വരച്ച ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ സഖാവ് ഏങ്ങണ്ടിയൂർ ആ ചിത്രം നമ്മുടെ നാടിന്റെ പ്രിയ സഖാവിന് കൈമാറുന്നു. ഈ പോസ്റ്റർ ഇവിടെ കൃഷ്ണൻ സൗന്ദർണിക ക്ഷണവേല കൊണ്ട് വരച്ച ഈ പോസ്റ്റർ അസീസ് റഹ്മാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയത് ഈ വേദിയിൽ വെച്ച് തന്നെ ഏറ്റുവാങ്ങുന്നു. സെലനോയിഡ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ ഏഴോടി അമ്പലിച്ചന്ത അടിസ്ഥാന ജനതയുടെ കരുത്താർന്ന പോരാട്ടത്തിന്റെ പാട്ട് അത് പാടുന്നു എഴുത്തുകാരന്റെ സാന്നിധ്യത്തിൽ.
ശരി ശരി